അനീഷിനെ വീണ്ടും ജിസേൽ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ജിസേലിൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണ് അനീഷിനെ പ്രപ്പോസ് ചെയ്തത് എന്ന് അവിടെ ഒരു സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട്. ജിസേൽ അനീഷിനെ പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ ലൈവ് ഒന്നും ഞാൻ കണ്ടില്ല, അങ്ങനെ ലൈവ് കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ജിസേൽ അനീഷിന് വീണ്ടും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ജിസേലിന് അനീഷിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഷാനവാസ് നിന്നിങ്ങനെ മുട്ടിച്ചു കൊടുക്കാൻ നോക്കുകയാണ്. എടാ അനീഷേ, നിനക്കൊരു ജീവിതം വേണ്ടേ? ഒന്നുമില്ലെങ്കിലും ഒരു പ്രപ്പോസ് ചെയ്തതല്ലേ, നല്ലൊരു പ്രപ്പോസലല്ലേ വന്നത്. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, നിൻ്റെ കല്യാണത്തിന് നമുക്ക് എന്ത് ബിരിയാണിയാണ് വെക്കേണ്ടത്? ഞാൻ അതൊക്കെയാണ് ആലോചിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രപ്പോസൽ നോക്ക്. പക്ഷേ അനീഷിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അനീഷ് പറയുന്നത്, ഷാനവാസേ നിനക്ക് ഓൾറെഡി ഒരു ജീവിതമില്ലേ, നിനക്കത് പോരെ, നീ എൻ്റെ കാര്യത്തിൽ ചൊറിയാൻ വരണ്ട എന്നാണ് അനീഷ് ഉദ്ദേശിച്ചത്. മാത്രമല്ല അനീഷ് പിന്നീട് വേറൊരു കാര്യം പറയുന്നുണ്ട്. എടാ ഷാനവാസേ, ഇതൊക്കെ പക്കാ ഗെയിമാണെന്ന് എനിക്കറിയാം, ഇതെല്ലാം കണ്ടൻറ്റിന് വേണ്ടി കാണിക്കുന്നതാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനൊന്നും പറയാത്തത്. അതിന് ഒരു കണ്ടൻറ്റായിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് ജിസേലിനെ മുന്നിലേക്ക് വിളിക്കുന്നുണ്ട്. ജിസേലും അനീഷും ഷാനവാസും കൂടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ജിസേലെ പ്രപ്പോസ് ചെയ്ത് ശരിക്കും തന്നെ പ്രപ്പോസ് ചെയ്തതാണോ? ശരിക്കും ഇഷ്ടമായിട്ട് പറഞ്ഞതാണോ അതോ ഗെയിമിന് വേണ്ടി പറഞ്ഞതാണോ? അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ ഗെയിമിന് വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ശരിക്കും എവിടേക്കോ ഉള്ളൊരു ഇഷ്ടമുണ്ടെന്ന് ജിസേൽ പറയുന്നു. അപ്പോൾ അനീഷ് പറയുകയാണ്. അപ്പോൾ അനീഷ് ജിസേലിൻ്റെ അടുത്ത് പറയുകയാണ്, ജിസേലിന് എന്നെക്കാളും നല്ലൊരാളെ കിട്ടും, എന്നെക്കാളും മികച്ച ഒരാളിനെ തന്നെ ജിസേലിന് കിട്ടട്ടെ എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുകയാണ്, വേണ്ട, എനിക്കങ്ങനെ മികച്ച ആളിനെ ഒന്നും വേണ്ട, മികച്ച ആളിനെയൊക്കെ ഒരുപാട് പേരെ ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്കൊരു സാധാരണ ആളെ മതിയെന്ന്. അപ്പോൾ അനീഷിനെ ഇഷ്ടമാണ്, അനീഷിനെ തന്നെ കെട്ടണം, അനീഷിനെ മതി എന്നാണ് ജിസേൽ ഉദ്ദേശിച്ചത്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ നോക്കുകയാണ് ഷാനവാസ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ രണ്ടുപേരുടെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ഇഷ്ടമുണ്ടെന്ന് തോന്നിപ്പിക്കഴിഞ്ഞാൽ അവരെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന ചില കൂട്ടുകാർ കാണുമല്ലോ, അതേപോലെയാണ് ഷാനവാസ് അവിടെ പെരുമാറുന്നത്. രണ്ടുപേരുടെയും ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് ദൂത് അയക്കുന്ന ഹംസത്തെ പോലെ ഇങ്ങനെ പെരുമാറുകയാണ് ഷാനവാസ്. എന്തായാലും അനീഷിനെ പുതിയ പ്രപ്പോസലുകളൊക്കെ വന്നിട്ടുണ്ട്. ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ ആര്യൻ്റെ അടുത്ത് അധികം കൂട്ട് വേണ്ട എന്നുള്ളത് സൂചിപ്പിക്കുകയും അനീഷിനെ കണ്ടുപടി, അനുമോളിനെ കണ്ടുപടി എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷിനോട് കൂടുതൽ കമ്പനി ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ജിസേൽ ഇറക്കിയ ഒരു നമ്പറാണോ എന്നറിയത്തില്ല. എന്തായാലും അനീഷിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ജിസേൽ. പക്ഷേ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനീഷ്, അതിലൊന്നും ഞാൻ വീടില്ല മോളെ, ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് അനീഷ് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.